പെണ്ണ് കാണുന്നില്ല ചേച്ചി. അഖിലേച്ചിയുടെ ഭർത്താവ് ഭയങ്കര മെലിഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട്. ചിലപ്പോ വണ്ണം വെച്ച് കാണും. കുറെ നാളായി ഞാൻ കണ്ടിട്ട്. ചേട്ടാ ഇവരിപ്പോ എന്തിനാ ഇങ്ങോട്ട് വരണം? ഞാൻ ഇവളുടെ അടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞാണല്ലോ. പാർവേ അഖില, നീ ഓക്കെ അല്ലേ? എന്ത് വെച്ച് മുഖമൊക്കെ വല്ലാതിരിക്കണേ? പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ, അതാ എല്ലാ പ്രശ്നവും തുടക്കം. ഞാൻ ഇല്ലടത്തൊന്നും ചോദിച്ചില്ലല്ലോ. നീ വീട്ടിൽ വിളിച്ചാ? വീട്ടില് പോയോ? ഇല്ല. എന്തേ വീട്ടിൽ വിളിച്ചതിനെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് വിചാരിച്ചിട്ടാ? എന്റെ അഖില, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ തീരുമാനങ്ങളൊക്കെ ഒറ്റയ്ക്ക് എടുക്കണം. നീ എന്തിനാ വല്ലവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുന്നേ? എന്തെങ്കിലും പുറത്തു നിൽക്കുന്നേ? ഇവർക്ക് ചായ കാപ്പി എന്താണെന്ന് വെച്ചാൽ കൊടുക്കും. അപ്പൊ അതോട്ടിരിക്കാം. അനിൽ വേണമെങ്കിൽ അകത്തേക്ക് ഇരുന്നോ. എനിക്ക് ഇവിടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നീ വാ. വരൻ. ചേട്ടൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അകത്തോട്ടിരിക്കും, വെള്ളം കുടിക്കാം. അല്ലേട്ടാ വാ. ചെല്ലേ, കേറി ഇരുന്നാട്ടെ. ചെല്ലേ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അതെ, നിന്റെ അടുത്ത് ഞാൻ നിന്റെ വീട്ടിൽ പോകുന്നല്ലേ പറഞ്ഞു. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവര് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തതാ? അങ്ങനെയല്ല ലച്ചു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. പെട്ടെന്ന് വിഷമായപ്പോ ഞാൻ നിന്നെ വിളിച്ചതാ. അപ്പൊ ഇന്നലെ നീ ഹാപ്പി ആയിരുന്നോ? അങ്ങനെ ചോദിച്ചാ കുറച്ചു ദിവസമായിട്ട് ഞാൻ ഓക്കെ അല്ല. ആ, ഓക്കെ അല്ല. അപ്പൊ നിന്റെ ഭർത്താവ് എന്ത് ചെയ്യണം? നിന്റെ വിഷമങ്ങളൊക്കെ ചോദിച്ച് അറിയണം. ഭർത്താവ് ചോദിച്ചോ നിന്റെ വിഷമങ്ങള്? അനിലാണെങ്കിൽ ഇപ്പൊ ഫുൾ ടൈം ഓഫീസിലത്തെ സ്ട്രെസ്സും ടെൻഷനും കോളൊക്കെ ആയിട്ട് ഫുൾ ബിസിയാ. അതാ ഫുൾ ബിസിയാ എന്ന് വെച്ചാ നിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും കേൾക്കാനും ചോദിക്കാനും സമയമില്ലെന്ന്. അങ്ങനെയല്ല. എങ്ങനെയല്ലെന്ന്? എന്നാ പിന്നെ മക്കളൊരു കാര്യം ചെയ്, അപ്പുറത്തെ വീട്ടിൽ അപ്പൂപ്പന്റെ അടുത്ത് പോയിട്ട് പറ, പുള്ളി കേക്കും. നിന്റെ ഭർത്താവിന് കേൾക്കാൻ സമയമില്ലല്ലോ. എന്താ ലച്ചു നീ ഇങ്ങനെയൊക്കെ പറയണേ? എന്നാ പറ, ആരാണ് നിന്നെ ഇഷ്ടപ്പെടുത്തിയത്? നിന്റെ ഭർത്താവാണോ ഭർത്താവിന്റെ വീട്ടുകാരാണോ? എന്റെ പൊന്നു ലച്ചുസേ, നീ ആദ്യം കൊച്ചിന്റെ പ്രശ്നം എന്താണെന്ന് കേക്ക്. അത് ഞാൻ കേട്ടല്ലോ, ഇവളെ ഫോൺ വിളിച്ച് കരഞ്ഞപ്പോ. ഇനി ഇതിൽ കൂടുതൽ എന്ത് കേൾക്കാനാ? തേങ്ങ കൊല. ചേച്ചി ഇത് പറഞ്ഞു അവരെ രണ്ടുപേരും രണ്ട് പാത്രത്തിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ഡിവോഴ്സ് ആക്കി കൊടുക്കൂ എന്ന് ആര് പറഞ്ഞു? എന്നാര് പറയേ? ചേച്ചി ഒരാൾ കരഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കരഞ്ഞതിന്റെ കാരണം ചോദിക്കണം. അല്ല ചേച്ചി തന്നെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കരുത്. പക്ഷെ കാര്യം ചോദിക്കും. ഞാൻ കാരണങ്ങളൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. എടാ, ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ സോൾവ് ചെയ്യണം. അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. പറ, ആരാണ് പ്രശ്നം? അനിലാണോ പ്രശ്നം? അനിലിന്റെ അമ്മയാണോ പ്രശ്നം? അമ്മ ഒരു പ്രശ്നമില്ല. അപ്പൊ അനിലാണോ പ്രശ്നം? എന്റെ പൊന്നു ലച്ചുസേ, ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. നമുക്കേ അകത്തോട്ട് സംസാരിക്കാം. നടക്കും.